ഹലോ ഗായ്സ്, ചേച്ചിനെ ഒരു 11:30 ആയപ്പോഴത്തേന് ലേബർ റൂമിൽ കയറ്റി. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം, കുറച്ച് ദുഃഖമുള്ളൊരു ദിവസമാണ്. അമ്മയും ലേബറിൻ്റെ ഉള്ളിൽ കയറിയതുകൊണ്ട് ഞാൻ പുറത്ത് പോസ്റ്റായി ഒറ്റയ്ക്കായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ലേബറിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന്. പക്ഷേ ആരെയും കാണത്തില്ല. എന്നെപ്പോലെ തന്നെ അവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പതിയെ ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പുലർച്ചെ ഒരു 4 മണിയായപ്പോഴത്തേന് അമ്മ വന്ന് പറഞ്ഞു ചേച്ചീൻ്റെ ഡെലിവറി കഴിഞ്ഞു, പെൺകുഞ്ഞാണെന്ന്. ഒരുപാട് സന്തോഷമായി. ആഗ്രഹിച്ച കാര്യമായിരുന്നു. ഒരു 4:30 ആയപ്പോഴത്തേനും അമ്മ എനിക്ക് മോളെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അയ്യോ, ഒന്നും പറയണ്ട, എൻ്റെ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ എൻ്റെ അടുത്ത് ആരുമില്ല. എന്നാലും ഞാൻ ഒരുപാട് സന്തോഷത്തിലായി മോളെ കണ്ടതോടുകൂടി. മോൾക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു മാലാഖ കുട്ടിനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അവളെ പിന്നെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് അമ്മ ബ്ലഡ് തന്നു ലാബിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. ഞാൻ ബ്ലഡ് കൊണ്ടുപോയി ലാബിൽ കൊടുത്തു. പിന്നെ മോൾക്ക് വേണ്ടി ഒരു ബെഡ് വാങ്ങിച്ചു. ചേച്ചിക്ക് കഞ്ഞി കൊടുത്താലേ ലേബറിന് പുറത്തിറക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് കഞ്ഞി വാങ്ങി കൊണ്ട് കൊടുത്തു. പിന്നെ ചേച്ചിക്കുള്ള മെഡിസിൻ എല്ലാം വാങ്ങി ലേബർ റൂമിൽ കൊടുത്തു. രാവിലെ ഒരു 8 മണിയായപ്പോൾ ഏട്ടനും മോനും വന്നു. കുഞ്ഞിനെയും ചേച്ചിയെയും വാർഡിലോട്ട് മാറ്റി. ഏട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു മോളെ കിട്ടിയതിന്. ദേവനും ഭയങ്കര നാണമായിരുന്നു. അവൻ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. പിന്നെ കുട്ടീനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് NIC വരെ കൊണ്ടുപോയി. അപ്പോഴത്തേനും ഉച്ച ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി വരി നിന്ന് ഫുഡ് വാങ്ങിച്ചു. പിന്നെ രാത്രി അവൾ ഉറങ്ങുന്നില്ല, ഭയങ്കര കച്ചറയായിരുന്നു. അമ്മ എഴുന്നേറ്റ് ഒരുപാട് അവളെയും കൊണ്ട് നടന്നു. പിന്നെ ഞാനും അമ്മയും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും അമ്മയ്ക്കൊരു നെഞ്ചുവേദന വന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കൊണ്ടുപോയി ECG എടുത്തു, ഡോക്ടറെ കാണിച്ചു. ചെറിയൊരു ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 1 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മ ഡിസ്ചാർജായി. ഞങ്ങൾ പിന്നെ ചേച്ചീൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ഈ വീഡിയോ ഇത്രയുള്ളൂ ഗായ്സ്.